ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു ദാഫിയുടെ കലാപ്രതിഭകളെ, പരിമിതമായ ഒരു സമയത്തിനകം യുദ്ധരഹിത ലോകം സ്വപ്നമായി തുടരുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ, ഇക്കഴിഞ്ഞ കാലമത്രയും ലോകത്ത് നടമാടിയ യുദ്ധങ്ങളെ വിമർശിക്കുക സാധ്യമല്ല. കാരണം യുദ്ധമെന്നത് കേവലം ഒരു വാൾപ്പയറ്റോ വെടിയച്ചകളുടെയോ ആകത്തുകയല്ല, മറിച്ച് ചിലയിടങ്ങളിലെങ്കിലും നീണ്ടു നിൽക്കേണ്ട സമാധാനത്തിന്റെ സ്ഥാപക കാഹളങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ബദ്ർ കഴിഞ്ഞ് മടങ്ങുന്ന അനുചരരോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായത്: ചെറിയ യുദ്ധങ്ങൾ അവസാനിച്ചിരിക്കുന്നു, ഇനി വലിയ യുദ്ധത്തിന്റെ നാളുകളാണെന്ന്. പക്ഷേ നാമോ നമ്മുടെ ഏതാനും തലമുറകളോ ധാർമ്മികമായ ഒരു യുദ്ധത്തിന് സാക്ഷിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് യുദ്ധം എന്ന പദം ഇത്രത്തോളം വെറുക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ അവസാനിക്കാത്തത്, യുദ്ധങ്ങൾ അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലതുപക്ഷ വിഭാഗമുള്ളത് കൊണ്ട് തന്നെയാണ്. യുദ്ധമോഹങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ശത്രു തോന്നുന്നവരെ ഭീകരവാദ മുദ്ര ചുമത്തി വേരോടെ പിഴുതെറിയാനുള്ള ഒരു അവസരവും, മറ്റൊന്ന് യുദ്ധത്തിലും യുദ്ധാനരഹിതമുണ്ടാകുന്ന സന്ദർഭത്തിലും വിറ്റഴിക്കപ്പെടുന്ന ആയുധങ്ങളിലെ ലാഭക്കൊയ്ത്തുമാണ്. ലോക വ്യവസായ കേന്ദ്രം തകർക്കപ്പെട്ടതിനെ തുടർന്ന് താലിബാനികളോടൊപ്പം ചാമ്പല വേണ്ടി വന്ന പാവ അഫ്ഗാനികൾ ഒന്നാമത്തേനും, എന്തെന്നോ ഏതൊന്നോ അറിയാതെ തമ്മിലടിച്ച ഇറാഖും കുവൈത്തും അത് തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പടിഞ്ഞാറൻ ജനത രണ്ടാമത്തേതിനും ഉദാഹരണമാണ്. പക്ഷേ നാം ഇന്ന് കേൾക്കുന്ന ഗസയിലെ കർച്ചിലുകൾ ഇതിന് രണ്ടിനും ഉദാഹരണമാണ്. കറൻസിയുള്ള കൈകൾ മാത്രം അധികം കാലത്ത് മറ്റു രാജ്യങ്ങൾ UN തന്നെ പഴിചാരിയിട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും നടപ്പിലാക്കപ്പെടാത്ത നിർദ്ദേശങ്ങൾ അടിച്ചിറക്കുന്ന നോട്ടീസുശാലയായി UN മാറിയിട്ടുണ്ടെന്ന് ആയത്തുല്ലാഹ് ഖുമൈനി നിരീക്ഷിച്ചതും വലുതല്ല. യുദ്ധങ്ങൾ അവസാനിക്കുന്ന ലോകമെന്നാൽ തത്വത്തിൽ സമാധാനം ആരംഭിക്കുന്ന ലോകമെന്നാണ് അർത്ഥം. നാം ഇന്ന് ശ്വസിക്കുന്നത് പോലും ഒരു ഭയമിശ്രിതമായ വായു തന്നെയാണ്. കൊറോണ ഒരു രാജ്യത്തിന്റെ സൂക്ഷ്മ സ്വത്തായിരുന്നു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ്. പല രാജ്യങ്ങളിലും അണുബോംബുകൾ വിശ്രമിക്കുമ്പോൾ ഹിരോഷിമയും നാഗസാക്കിയും എന്താണ് ആവർത്തിക്കപ്പെടാത്ത ചരിത്രമെന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ ദുസ്സഹായമായ സങ്കടം തന്നെയാണ്. ഹോളോകോസ്റ്റുകൾ ഹിറ്റ്ലറിന്റെ ചരിത്രത്താളുകളാണെന്ന് സമാധാനിക്കുമ്പോഴും അതിലും ഭീകരമായ തടങ്കൽ പാളയമാണ് പുതിയ റിപ്പോർട്ടുകൾ എന്ന് പുതിയ റിപ്പോർട്ടുകൾ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നത്. ലോകം വലത്തോട്ടും ലോകക്രമങ്ങൾ ഇടത്തോട്ടും തിരിയുന്ന ഇക്കാലത്തും യുദ്ധങ്ങൾക്ക് സംഹാരത്തിന്റെ ഭാഷ മാത്രമേ അറിയൂ. നമുക്കൊന്നും അറിയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത എന്നത് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രശസ്തമായ വാചകമാണ്. അത് ശരിയെന്ന് മനസ്സിലാക്കുന്നത് എന്റെ അറിവ് ലോകത്തെ പല നാശത്തിനും കാരണമായേക്കാം എന്ന് ഐൻസ്റ്റീൻ നിരീക്ഷിച്ചതുപോലെ, മനുഷ്യർക്ക് ഇനിയും വലിയ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ മനുഷ്യരോ ഒന്നോ രണ്ടോ രാജ്യങ്ങളോ പല രാജ്യങ്ങളിലെ പല ജനങ്ങളോ നിരയുന്ന ഇക്കാലം നമുക്ക് കാണേണ്ടി വരും. ധാർമ്മികമായ ഒരു യുദ്ധത്തിന് സാക്ഷിയാവുന്നത് സ്വന്തം ബോധ്യങ്ങൾക്കപ്പുറം ലാഭങ്ങൾക്കും ലോഭങ്ങൾക്കും പ്രതീക്ഷിക്കുമ്പോഴാണ് യുദ്ധരഹിത ലോകവും അങ്ങനെ സമാനരഹിത ലോകവും എല്ലാം ഉണ്ടാകുന്നത്. ഐൻസ്റ്റീൻ നിരീക്ഷിച്ചതുപോലെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾക്ക് മാത്രം വേണ്ടി പരിശ്രമിക്കുക, എന്നാൽ യുദ്ധം ഉണ്ടാവുകയില്ല. പക്ഷേ ബോധ്യങ്ങൾക്കപ്പുറം ലാഭങ്ങളും ലോഭങ്ങളും വരുമ്പോഴാണ് ഇവിടെ യുദ്ധങ്ങൾ അടിച്ചിറങ്ങുന്നത്. നാം ഇന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും ലാഭങ്ങൾക്കപ്പുറം ലോഭങ്ങൾക്കും മറ്റു കാര്യങ്ങളൊക്കെയും മനുഷ്യർ ഇന്ന് തലതെടുക്കുന്നുണ്ട്. യുദ്ധാന്ത്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ, ഈ യുദ്ധങ്ങളൊന്ന് തോറ്റു നോക്കൂ. നിങ്ങളില്ലാത്ത ലോകത്ത് നിങ്ങൾക്ക് യുദ്ധമില്ല, നിങ്ങളുള്ള ലോകത്ത് നിങ്ങൾക്ക് യുദ്ധങ്ങൾക്ക് അന്ത്യമില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാവൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.